ചെയ്തോ ഞാൻ പറഞ്ഞത്. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ, ബിസിനസിന് വേണ്ടിയിട്ട്. എൻ്റെ കൊച്ചു പോയില്ലേ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം 10 ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചതിനെ കുറിച്ചുള്ളൊരു വാർത്തയാണിത്. അതായത് എറണാകുളം വൈറ്റില സ്വദേശിയായ റൊമാനിയോ ആലിസ് എന്ന് പറയുന്ന ദമ്പതികളുടെ 10 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞാണ് മരിച്ചു പോയിരിക്കുന്നത്. ഈ ദമ്പതികൾ ആരോപിക്കുന്ന ഹോസ്പിറ്റലുകാരുടെ പിഴവ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. അതായത് കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റലിലാണ് ഇവർ ചികിത്സ നടത്തിയത്, അതായത് പ്രസവം നടത്തിയിരുന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവരെന്താണ് നമുക്ക് പറയുന്നത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ. അവരുടെ നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണ്. എങ്ങനെയാണ് അത് ആവൂല, ആകാത്തതിനൊക്കെ ഇത് കൊടുക്കേണ്ടി വരും. പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും, ബേബി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്ര പെയിൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരുടെ ഉള്ളത്. ഞങ്ങളുടെ ബേബി തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇനി ഇവിടെ ഒരു ബിസിനസ് നടക്കരുത്. നോർമലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബിക്കും ഇനി ഇങ്ങനെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. 10 ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ചളിക്കവട്ടം സ്വദേശിയായുള്ള റൊമാരിയോയുടെയും അലീനയുടെയും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് മരണപ്പെട്ടത്. 15-ാം തീയതി ഇവിടെ പ്രസവത്തിനെത്തി. 16-ാം തീയതി പ്രസവം നടന്നു. അതിനുശേഷം കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കുഞ്ഞ് മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ പൾമണറി ഹൈപ്പർ ടെൻഷൻ വന്നിട്ടാണ് കൊച്ചിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെ, വെയിറ്റ് ചെയ്ത് 3 വർഷമായിട്ടാണ് കിട്ടിയത്. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾ എന്തോ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ബേബിയാണെന്നറിയോ, അതിനിങ്ങനെ വന്നു. അത് ഇവര് കാരണം. ഇവര് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ള അജണ്ട കാരണം. പക്ഷെ ചെയ്യേണ്ട സ്ഥലത്ത് സിസേറിയൻ ചെയ്യണം. ചെയ്യേണ്ട സ്ഥലത്ത് സിസേറിയൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇനി ഒരു ബേബിക്ക് ഇവിടെ വരരുത്. എൻ്റെ ബേബിയുടെ പർപ്പസ്, അവളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവൾ കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. 2 കിലോ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കിട്ടിയത് കൊച്ച നോർമൽ ഡെലിവറിക്ക് വേണ്ടി സമയം കൊടുത്ത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ പുറത്തേക്ക് എടുത്തത്. അത് എൻ്റെ വൈഫിന് എൻഡോമെട്രിയോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അത് കാരണം അവർക്ക് സെർവിക്സ് എന്തായാലും ഓപ്പൺ ആവാൻ ടൈം എടുക്കും. ഡോക്ടർ തന്നെ പറഞ്ഞത് നമ്മുടെ അടുത്ത് യൂട്രസിന് കട്ടി കൂടലുണ്ടെന്നാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആക്കി? അത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് അവരുടെ മാർക്കറ്റ് അവർ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, നോർമൽ ഡെലിവറി പഴങ്കഥയല്ലാന്ന് പറഞ്ഞിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊച്ചിനെ കൊന്നുകേട്ടോ. അത് നന്നായിട്ട് അത് അതിന്റെ സമയത്ത് നോക്കിയാൽ സുഖപ്രസവമായിട്ട് പോകുന്ന എനിക്ക് സിസേറിയൻ എടുക്കട്ടെ അവള് പറഞ്ഞു. സിസേറിയൻ ചെയ്തോ ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. എന്റെ കൊച്ചു പോയി. കൊച്ചിന്റെ ലെങ്സിലേക്ക് മഷി പോയതാണ്. രാവിലെ വെളുപ്പിന് മഷി പോയതാ. കൊച്ചിന്റെ ഉള്ളില് മഷി പോയെന്ന് അവര് വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോ കണ്ടതാ. എന്നിട്ട് പിന്നെ അവര് ഉച്ചക്കാണ് 11:28 എന്നെ ഡെലിവറി ആയത്. അത് നോർമലായിട്ട് തന്നെയല്ല, വാക്യൂം ചെയ്താണ് എടുത്തത്. അപ്പൊ എന്റെ കണ്ടീഷൻസ് ഒക്കെ അവർക്ക് അറിയായിരുന്നിട്ടും അവര് നോർമൽ ഡെലിവറി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ, അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ലേ ഇപ്പൊ. അവരുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഇത്രക്ക് ഒരു സംഭവം ഉണ്ടാവൂലേ? ഉണ്ടാക്കോ അവര് ഇപ്പൊ ഈ ആസ്റ്ററിൽ കൊണ്ടുപോയതിന് പകരം ആ പ്രസവിക്കുന്ന സമയത്ത് ഒന്നിലും അങ്ങോട്ട് കൊണ്ടുപോകണവർ. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ബുദ്ധിമുട്ടി കുട്ടി കിടന്ന് കരഞ്ഞ സമയത്ത് ഇവിടെ കണ്ടിരിക്കണവർ പോലും കരഞ്ഞു എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാല. നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണ്. എങ്ങനെയാണ് അത് ആവൂല, ആകാത്തതിനൊക്കെ ഇത് കൊടുക്കേണ്ടി വരും. 15-ാം തീയതിയാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയത്. 16-ാം തീയതി രാവിലെ ഞങ്ങൾക്ക് 15-ാം തീയതി രാത്രി തന്നെ എനിക്ക് ട്യൂബൊക്കെ ഇട്ട് പെയിൻ വന്നു.
2 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ തന്നു, പെയിൻ വരാനായിട്ടുള്ള മെഡിസിനൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വികസനം കുറവായിരുന്നു, വജൈനൽ ഓപ്പണിങ് എനിക്ക് ഓപ്പണായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് PV എൻ്റെ ചെയ്ത് നോക്കിയത്. അപ്പോഴേക്കും വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും മെക്കോണിയം റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിക്കണതാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴേക്കും ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്നെ എന്തെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എനിക്ക് പറ്റുന്നില്ല, ബേബി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവർ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും ബേബി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 11 അല്ലെങ്കിൽ 10:45 വരെ എന്നെ അവിടെ ഇട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുള്ളിൽ ഞാൻ പറയുന്നുണ്ട് ഹസ്ബൻഡിനെ വിളിക്കുക, എനിക്ക് പറ്റുന്നില്ല, ഹസ്ബൻഡിനെ വിളിക്കുന്ന ഒരു 10,000 തവണ ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടെങ്കിലും എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഇവനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടോ അവർ കേട്ടില്ല. ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ വിളിച്ചതാണ്, പക്ഷേ അവർ ഹസ്ബൻഡിനെയും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല, പുറത്ത് എൻ്റെ അപ്ഡേറ്റ്സും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്നവരെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. അത്രയും പ്രശ്നം എനിക്ക് എൻഡോമെട്രിയോസിസ് അഡ്നോമൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ തിക്കായിട്ടുള്ള യൂട്രസ് ആയിരുന്നു. അത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന എനിക്ക് ഇത്രയും കേസസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവർ ഫയലൊന്നും സ്റ്റഡി ചെയ്യാതെ വെറുതെ എല്ലാവരെയും വന്ന് പ്രസവിപ്പിക്കുക. ഇവരുടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ഫുൾ ബോർഡ്. അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. നോർമൽ ഡെലിവറിക്ക് വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും. ഒട്ടും പറ്റുന്നില്ല എന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും അവർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈ ചെയ്തുകൊണ്ട് അല്ല 16-ാം തീയതി 11:28 എൻ്റെ ഡെലിവറി ആയത്. എന്നിട്ടും ഓപ്പൺ ആയില്ല എൻ്റെ സർവിക്സ്. അവർ വാക്യൂം വെച്ചിട്ട് അടുത്ത് അത് അത്രയും എൻ്റെ കണ്ടീഷൻ അവർ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ അതിനനുസരിച്ച് ചെയ്യായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇവർ ഈക്വലായിട്ട് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ളൊരു അജണ്ട മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബേബി പോയി. അല്ലെങ്കിൽ എനിക്ക് ബേബിനെ കിട്ടിയാൽ ഇല്ല ബേബി അത് വന്നതാണെങ്കിൽ കുറച്ച് വൈകിട്ടാണ് കരഞ്ഞതും. പിന്നെ അത് കഴിഞ്ഞ് ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. NICUയിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് വേഴ്സാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോടാണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തത്. ആളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കുറേ ഡിലേ, ഏകദേശം ഒരു 4 മണിക്കൂർ 11:30 പ്രസവം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് കൊച്ചിനെ NICUയിൽ മാറ്റിയിട്ട് രാത്രി 12 മണിക്കൂറാണ് ഇവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അത് അത്രയും ഡിലേ വരേണ്ട കാര്യം ഇവർക്ക് 3 ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കാനില്ലെങ്കിൽ ഇവർ നേരത്തെ തന്നെ ചെയ്യുക. അവർക്ക് എത്ര കൊച്ചിൻ്റെ ജീവനല്ലേ വലുത്, അല്ലാണ്ട് ഇവർക്ക് ഇവിടെ ആൾക്കാർ കാണാനാണ് ഇവർക്ക് പ്രശ്നം. ഇവരപ്പം തന്നെ ഈ ഡിലേക്ക് 9:30 എന്നെ വിളിച്ച് 8:30 ഇവിടെ നിന്ന് വിളിച്ചത്. 8:30 വിളിച്ചിട്ടുണ്ട് റെന്നെ മെഡിസിറ്റിയിൽ ബെഡ് റെഡിയാണ് സാറിൻ്റെ മറ്റേ അനുവാദം ഉണ്ടെങ്കിൽ 10 ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ NICUയിലേക്ക് വന്നപ്പോൾ ഡോക്ടറിന് അവിടെ ബെഡ് ഒഴിവില്ല. അത് കഴിഞ്ഞ് അമൃതയിൽ വിളിച്ച് ബെഡ് ഒഴിവില്ല. അങ്ങനെ ലാസ്റ്റ് വിളിച്ച് ലാസ്റ്റ് വന്നതാണ് ഈ ആസ്റ്റർ മെഡിസിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് 11:30 അപ്പോൾ അത്രയും ടൈം എന്തുകൊണ്ട് ഡിലേ? ഇവർക്ക് നേരത്തെ ചെയ്യാൻ പാടില്ല. ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഡോക്ടർ തന്നെ എടുത്ത് പറഞ്ഞാൽ ഇവിടെ നൈട്രിക് ഓക്സൈഡ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇല്ലാന്ന്. കുഞ്ഞിന് എന്ത് പറ്റിയാന്ന് ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് മെക്കോണിയം അകത്ത് പോയിന്ന് ഞങ്ങളുടെ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഡോക്ടർ. പിന്നെ ഞങ്ങളിത് കംപ്ലൈൻ്റ് ആയി പറഞ്ഞപ്പോഴേക്കും അവർ പറയും മെക്കോണിയം റിലേറ്റഡ് അല്ല, ഇത് പല റീസൺസ് ആകാം, ഇതിന് പല റീസൺസും കൊണ്ട് ഇതൊക്കെ വരാമെന്നാക്കി അവർ. മെക്കോണിയം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു ഇത് ആരുടെ അടുത്ത് ചോദിച്ചാലും മഷി അകത്തുപോയാൽ അപ്പം തന്നെ സിസേറിയൻ എല്ലായിടത്തും ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇവർ സമ്മതിച്ചേ തരുന്നില്ല. എന്നിട്ട് മെക്കോണിയം റിലീസായിട്ടും അവർ അതല്ല റീസൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേബിക്ക് വേറെ എന്തെങ്കിലും റീസൺ ആവാം, ചെറിയൊരു പെർസെൻറ്റേജ് പല റീസൺ കൊണ്ട് വരാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞങ്ങളുടെ ബേബി തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇനി ഇവിടെ ഒരു ബിസിനസ് നടക്കരുത്, നോർമലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബിക്കും ഇനി ഇങ്ങനെ പറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ പോലീസ് സർജൻ ഞങ്ങളോട് പറഞ്ഞത് മെക്കോണിയം ആസ്പിരേഷൻ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്, വേറെ ഒരു പ്രശ്നവും ഞങ്ങളിപ്പോൾ കാണുന്നില്ല. ഇനി റിപ്പോർട്ടൊക്കെ വരുമ്പോഴേക്കും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അറിയിച്ചുകൊണ്ടാണ് ഇവരെ അറിയിക്കാൻ ഞങ്ങൾ വന്നത്. മെക്കോണിയം ആസ്പിരേഷൻ കൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇത് വന്നതെന്ന് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളാദ്യം ഈ കാര്യം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ മീറ്റിംഗ് വെച്ചിട്ട് ഇവർ പറഞ്ഞത് ബേബിക്ക് ഓൾറെഡി ലങ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അത് നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ എന്താണ് റിപ്പോർട്ട് സ്കാനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല അത് അങ്ങനെ നമുക്ക് പുറത്തേക്ക് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ലങ്സിനെ കുറിച്ച്. അങ്ങനെയൊക്കെ അത്രയും സില്ലിയായിട്ട് അവർ ഇതിനെ കാണുന്നത്. അതിലിടയ്ക്ക് ഇവിടെ ഒരു ലേഡി നമ്മൾ സംസാരിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പറഞ്ഞിട്ട്. ഞങ്ങൾ അത്രയും ഗ്രീഫിൽ നമ്മൾ അത്രയും പെയിൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരുടെ ഉള്ളത്.
കോമൺ ആണ്. മെക്കോണി റിലീസ് ചെയ്താലും ഇവരിങ്ങനെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറയണേ മെക്കോണിയൊക്കെ റിലീസ് ചെയ്യുന്ന ഭയങ്കര സാധാരണമാണ്. ഇവിടെ അങ്ങനെ ഇന്ന സമയം കൊണ്ട് ഡെലിവറി ചെയ്യണമെന്നില്ല. അതിന് ടെക്നിക്കലി മെഡിക്കൽ ടേം അങ്ങനെയുണ്ട്. മെഡിക്കൽ പ്രോട്ടോക്കോൾ പറയുന്നത് മെക്കോണി റിലീസ് ചെയ്താലും കുറച്ച് മണിക്കൂറൊന്നും കുഴപ്പമില്ല. അത് എത്ര മണിക്കൂറാണ് എൻ്റെ ബേബി വയറ്റിൽ മെക്കോണി ഇട്ടിട്ട് കിടന്നത്. എന്നിട്ട് അവർ പറയാം ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യാറെന്ന്, ഇവിടെ ആ ഡോക്ടർ അങ്ങനെയാണ് ചെയ്യാറെന്നാണ് പറഞ്ഞത്. സ്ത്രീ എന്ന നിലക്ക്, ഒരു അമ്മ എന്ന നിലക്ക് എനിക്കിത് കേട്ടിട്ട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക, ആ അമ്മയുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു അമ്മയാകുമ്പോഴത്തേക്കും നമുക്കതിന് പറയാനായിട്ട് വാക്കുകളില്ല. ആ അമ്മയുടെ നഷ്ടം നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല. പക്ഷേ അമ്മ പറയണത് ശരിയാ, അത് ശരിക്കും ഒരു ഏഞ്ചലായിട്ടുള്ള കുട്ടി തന്നെ. ആ കുട്ടിയുടെ ജന്മം ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും, ഇങ്ങനെ സംഭവങ്ങൾ കിൻഡർ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഈ ദമ്പതികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെബ്രുവരി 15-ാം തീയതി ഇവർ ഡെലിവറിക്ക് വേണ്ടി ഈ കിൻഡർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് 16-ാം തീയതിയാണ് ഈ കുട്ടി പ്രസവിക്കുന്നത്. അതായത് 15-ാം തീയതി മെഡിസിനൊക്കെ കൊടുത്തു, പെയിൻ വരാനുള്ളത് കൊടുത്തു. അതായത് 15-ാം തീയതി അഡ്മിറ്റ് ചെയ്തിട്ട് 15-ാം തീയതി നൈറ്റ് തന്നെ മെഡിസിനൊക്കെ കൊടുത്തു, ഡെലിവറിക്കുള്ള മെഡിസിനൊക്കെ കൊടുത്തു. 16-ാം തീയതി രാവിലെ 4 മണിക്ക് ഫ്ലൂയിഡ് ബ്രേക്കായി. 4 മണിയായപ്പോഴത്തേനും തന്നെ മെക്കോണി ആസ്പിറേറ്റ് ചെയ്തിട്ട് 11:30 വരെ, അതായത് 16-ാം തീയതി 11:30 വരെ വെളുപ്പിന് 4 മണിക്ക് ബ്രേക്കായിട്ട് 11:30 വരെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് C-സെക്ഷൻ അല്ല എന്ന് നമ്മൾ ഓർക്കണം. ചെയ്തത് എന്താ? വാക്വം ഡെലിവറിയാണ് ചെയ്തത്. വാക്വം ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രഷർ കൊടുത്തിട്ട് കുട്ടിയെ വലിച്ചെടുക്കുന്നതാണ് വാക്വം ഡെലിവറി. ആ വാക്വം ഡെലിവറിയാണ് ചെയ്തത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി എത്രമാത്രം ക്രൂരതയാണ് ഇവർ കാണിച്ചു കൂട്ടിയെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവരുടെ അതായത് ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സത്യമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടിയതാ. മെക്കോണിയം പാസ് ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മെക്കോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന എന്താ? അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ മെക്കോണിയം കലർന്നിട്ടുണ്ടാകും. ഈ മെക്കോണിയം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റൂളിനാണ് ഈ മെക്കോണിയം എന്ന് പറയുന്നത്. അതായത് ഈ അമ്മ പറയുന്നത് ഫ്ലൂയിഡ് ബ്രേക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കുട്ടി മെക്കോണിയം ആസ്പിറേറ്റ് ചെയ്തു എന്നാണ് അമ്മ പറയുന്നത്. അതായത് ഈ അമ്മയും കുഞ്ഞും, അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു ദ്രാവകമാണ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഈ മെക്കോണിയം കലർന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതായത് ഈ കുഞ്ഞുണ്ടല്ലോ, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു പ്രതലം, മെക്കോണിയം എന്ന് പറയുന്നത് കൊച്ച് ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന സ്റ്റൂള്. അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വഴിയാണ് അമ്മയും കുഞ്ഞും നമ്മളെ കണക്ഷൻ നിലനിർത്തുന്നത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈ കുഞ്ഞ് സ്വാഭാവികമായും കുടിക്കുകയും ശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കൂടി തന്നെ. അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് ഈ മെക്കോണിയം മിക്സ് ആകുമ്പോഴത്തേക്കും കുട്ടി സ്വാഭാവികമായിട്ട് ഈ സംഭവം, അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വസിക്കാനും കുടിക്കാനൊക്കെ തുടങ്ങും. അത് കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അതായത് സാധാരണഗതിയിൽ ഈ മെക്കോണിയം കുഞ്ഞ് ഈ ഗർഭത്തിനകത്ത് വെച്ചിട്ട് പാസ് ചെയ്യാൻ പാടില്ല. അതായത് ഈ കുട്ടി ഈ ഗർഭത്തിനകത്ത് വെച്ച് ഇത് പാസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ കുട്ടിക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഓക്സിജൻ്റെ കുറവുണ്ടാകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കുട്ടിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ച് ഈ മെക്കോണിയം പാസ് ചെയ്യും. മെക്കോണിയം കുട്ടി പാസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ 40 ആഴ്ചയിൽ കൂടുതൽ പ്രഗ്നൻസി നീണ്ടു നിൽക്കുവാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് ലേബർ, അതായത് ലേബർ കൂടുതൽ ടൈം എടുക്കുവാണെങ്കിൽ, അതുമല്ലെങ്കിൽ അമ്മയ്ക്ക് അതായത് മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ഇതൊക്കെ ആയിരിക്കും നോർമലി ഉണ്ടാകുന്ന കാരണങ്ങൾ. അതായത് കുട്ടിക്ക് ഇത് എങ്ങനെയാണ് ദോഷകരം ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ. പിന്നെയെന്ന് പറയണത് ആണെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഓക്സിജൻ്റെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നോർമലി ഈ മെക്കോണിയം കുട്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. സോ നോർമലി എല്ലാവരും ചെയ്യുന്ന അപ്പോൾ തന്നെ സിസേറിയനിലോട്ടായിരിക്കും കടക്കുന്നത്. കാരണം ആദ്യം കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളുണ്ട്. ആ ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ഉടൻ തന്നെ അതായത് നോർമൽ ഡെലിവറിക്ക് നിൽക്കാതെ സിസേറിയൻ സെക്ഷനിലോട്ട് നടക്കുകയാണ് ചെയ്യണത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി ഈ മെക്കോണിയം പാസ് ചെയ്യും, അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലരും. അപ്പോൾ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സിവിയർ കണ്ടീഷനിലോട്ട് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നീടാണ് ഈ അമ്മ പറയുന്നുണ്ട്, ഈ അമ്മ 15-ാം തീയതി ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയതാണ്. 15-ാം തീയതി രാത്രി, അതായത് 15-ാം തീയതി രാത്രിയോടെ അതായത് പെയിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെലിവറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയായിരുന്നു പറയുന്നുണ്ട്. പിന്നെ ഈ അമ്മ പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് എൻഡോമെട്രിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെന്ന്. എൻഡോമെട്രിയാസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന് തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്
അവർക്ക് പുഷ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല. പക്ഷെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ കൊച്ചിന് പുറത്തോട്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ 2 സെൻറ്റിമീറ്ററോളം തിക്നെസ് ആയിട്ട് തന്നെ നിൽക്കണതാണ്. അല്ലാതെ കൊച്ചിന് യൂട്രസ് സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല എന്നുള്ള കാര്യം ഈ അമ്മ പറയുന്നുണ്ട്. അമ്മ പലരെയും അറിയിക്കാൻ നോക്കി, പക്ഷേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരുന്നു, ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരുന്നാണ് ഈ അമ്മ പറയുന്നത്. മോർണിംഗ് 4 മണിക്കാണെങ്കിൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 11:30 ആയപ്പോഴാണ്, അതായത് 11:30 ആയപ്പോഴാണ് ഈ കുട്ടിയുടെ ഡെലിവറി എടുത്തത്. 4 മണി എന്ന് പറയുമ്പോൾ 5, 6, 7, 8, 9, 10, 11, 11:30 8 മണിക്കൂറോളം ഡിലേ ആയിട്ട് കുഞ്ഞിനെ ഈ വയറ്റിനുള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു മെക്കോണിയം പാസ് ചെയ്ത കുട്ടി, ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്ത ഒരു കണ്ടീഷൻ വന്നൊരു സിറ്റുവേഷനിൽ ഇവരെന്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്താൽ തന്നെ എന്തായാലും കുട്ടീനെ പുറത്തെടുത്തിരിക്കണം. അതുപോലെ ഈ കുട്ടി അതിൽ കൂടുതൽ മെക്കോണിയം കൂടി പാസ് ചെയ്ത കുട്ടീനെ അപ്പം തന്നെ അർജൻറ്റായിട്ട് കുട്ടീനെ പുറത്തെടുത്തിരിക്കണം, സിസേറിയൻ സെക്ഷൻ വഴി എടുത്തിരിക്കണം. ഇതിൽ ഈ കുട്ടി പറയുന്നത് നോർമൽ ഡെലിവറി ആക്കിയാണ് ഇവരെടുത്തതെന്നാണ് പറയണത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നടന്നേക്കുന്നത് ശരിക്കും അന്യായമല്ല നടന്നിരിക്കുന്നത്. പിന്നീട് ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞിട്ടും കുട്ടിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7-8 മണിക്കൂറോളം ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. കുട്ടീനെ വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കുട്ടീനെ അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. അതൊക്കെ അന്യായമല്ല ഇവരോട് ചെയ്തത്. ആ കുഞ്ഞിന് വേണ്ടിയുള്ള എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തുന്നതിന് പകരം ഇവർ എന്തിനാ ഇത്ര ലാഗ് ചെയ്യിപ്പിച്ചത്? ഇവരുടെ പേപ്പർ വർക്കാണോ ഇവർക്ക് വലുത്? അതായത് ഇവർ ലാസ്റ്റ് കൊണ്ടുപോയത് ആശ്രം മെഡിസിറ്റിയിലാണെന്നാണ് പറയുന്നത്. ആശ്രം മെഡിസിറ്റിയിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെക്കോണിയം ആസ്പിറേഷൻ വന്നത് കാരണം കൊണ്ടുള്ള കുഞ്ഞിൻ്റെ മരണമാണെന്നാണ് പറയുന്നത്. മെക്കോണിയം ആസ്പിറേഷൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. അതായത് ഈ ഡോക്ടേഴ്സ് ഈ ലേബേഴ്സ് വരും, അതായത് ഈ പ്രസവം ഒരുപാട് കണ്ടേക്കണോണ്ട് ഈ ഡോക്ടേഴ്സിനൊന്നും ഇപ്പോൾ സാധാരണക്കാരായ അമ്മമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ ആയിട്ടുണ്ടോ? നിങ്ങളും ഒരു സ്ത്രീയല്ലേ, നിങ്ങളുടെ ഒരു കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതായത് ഈ അമ്മ പറയുന്നുണ്ട് 3 വർഷത്തോളം ഇവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിനെ അവർക്ക് കിട്ടിയതെന്ന്. അവരുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ഒരമ്മ എന്ന് പറയണത് കുഞ്ഞിനെ കൈ കിട്ടുമ്പോഴല്ലേ അമ്മയാവുന്നത്. അത് ആ കുഞ്ഞ് വയറ്റിലുണ്ട് എന്ന് അറിയുമ്പോൾ മുതൽ ആ അമ്മ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കും കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. ചില അമ്മമാരൊക്കെ ഉണ്ടാവും കല്ലെറിഞ്ഞ് കൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. ആ അമ്മമാരെയൊന്നുമല്ല, പക്ഷേ എല്ലാ അമ്മമാരും നമ്മൾ ഒരു ദൈവത്തിനെ കൂട്ട് തന്നെ കാണണ്ടേ? എന്തായാലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്കേജ് ആയിട്ട് മെക്കോണിയം ആസ്പിറേഷൻ നടന്നിട്ട് ഈ കുട്ടി ഇത്രയും നേരം ഈ ലേബറിൽ വെച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇത് ഭയങ്കര അന്യായമായ കാര്യം തന്നെ ആയിരുത്. ഹോസ്പിറ്റലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പേഷ്യൻസിനെ ഉപയോഗിക്കരുത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വാർത്തയൊന്നും മറ്റ് ചാനലുകളിലൊന്നും വന്നിട്ടില്ല. എന്താ ഹോസ്പിറ്റലിലെ വല്ല മടക്കം കിട്ടിയിട്ടുണ്ടോ, കൈമടക്കം കിട്ടിയിട്ടുണ്ടോ? മറ്റ് ചാനലുകളൊന്നും വന്നതായിട്ട് ഞാനൊന്നും കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂസൊക്കെ വലിയൊരു സംഭവമാക്കി എടുക്കണേ. ഇനി നമ്മുടെ മന്ത്രിയുടെ ന്യൂസ് വന്നുകൊണ്ടാണോ ഇതൊക്കെ അങ്ങ് അടഞ്ഞുകുത്തി പോയെന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മറുനാടൻ ടീംസ് മാത്രമേ ഈ ന്യൂസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ മാനേജ് ഡിപ്പാർട്ട്മെൻറ്റോ ആണെന്ന് തോന്നുന്നു ആരോ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഡോക്ടർ പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കിട്ടില്ലായിരിക്കും. കാരണം അതുപോലെ പ്രതിഷേധമാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരുന്നത്. ആ അമ്മയുടെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്ത് പറയുന്ന മാനേജ്മെൻറ്റ് എന്താ പറയണത് നമുക്ക് കേട്ട് നോക്കാം. 15-ാം തീയതി അഡ്മിറ്റായി, 16-ാം തീയതി നമ്മൾ എന്ത് ചെയ്യണം? മീൻസ് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയനോ പ്ലാനിലായി നമ്മൾ അഡ്മിറ്റായി. 16-ാം തീയതി രാവിലെ 6 മണിയാകുമ്പോൾ റെഗുലർ സ്കാനിങ് പ്രകാരം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഒരു വളരെ മൈൽഡായിട്ടുള്ള മെക്കോണിയം ഉണ്ട്. അത് ആക്ച്വലി ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ പ്രകാരം എമർജൻസി LSCS ആവശ്യമില്ലാത്ത സിറ്റുവേഷനാണ്. അതിനുശേഷം നമ്മൾ റെഗുലർ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ CTG, അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള മോണിറ്ററും കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്നും കുഞ്ഞിന് ഡിസ്ട്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 11:28 നോർമൽ ഡെലിവറിയായി. ഇൻ ബിറ്റ്വീൻ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം നമ്മൾ മെക്കോണിയത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഷൈനിങ്ങിനെ കുറിച്ചിട്ട് റെഗുലറായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി LS പോകേണ്ട ഇൻഡിക്കേഷൻ ആസ് പെർ പ്രോട്ടോക്കോൾ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇല്ലാത്ത കാരണം നമ്മൾ സർജറിയിലേക്കും കടന്നില്ല. 11:28 ആയപ്പോഴത്തേക്ക് നമ്മൾ ഡെലിവറി ആയി. നോർമൽ ഡെലിവറിയാണ് ആയത്. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കമ്പാനിയൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കൂടുതൽ ഫാമിലി ഉണ്ടായിരുന്ന സിറ്റുവേഷനാണ്. നോർമൽ ഡെലിവറി ആയതിനു ശേഷം കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി ഡിസ്ട്രസ് കണ്ടപ്പോൾ നോർമൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു.
അതിനുശേഷം സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗ്രേഡ് 1 അല്ലെങ്കിൽ അതിൻ്റെ ബിലോയിലോ എമർജൻസി LSS ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത കാരണം നമ്മളത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഡിസ്ട്രെസ് കണ്ടപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്ത ആ സമയത്ത് കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടതാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് ബന്ധപ്പെട്ടേക്ക് വേറെ എന്തെങ്കിലും, അതായത് മക്കാഡി സ്വെല്ലിംഗ് പോലെ അല്ലാതെ എന്തെങ്കിലും ക്ലിനിക്കലി ഇൻഡിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ശേഷം പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ അവർ ആവശ്യപ്പെട്ടവരാണ് നമ്മുടെ എല്ലാ ക്ലിനിക്കൽ ഡേറ്റയും നമ്മുടെ ഫയൽസ് എല്ലാം അവർക്ക് കോപ്പി കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് നമ്മുടെ ക്ലിനിക്കലി എക്സ്പ്ലനേഷൻ നമ്മൾ പോയിട്ടുള്ളതാണ്. ട്രീറ്റർ ഹോസ്പിറ്റൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ആസ് പെർ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ച് ചെയ്തതിൻ്റെ പോയിരിക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് 16-ാം തീയതി നോർമൽ ഡെലിവറിയാണ്. 16-ാം തീയതി ഡെലിവറിയുടെ ശേഷമാണ് ഈ സംഭവങ്ങൾ. 15 അഡ്മിറ്റ് ചെയ്ത് 16-ാം തീയതി രാവിലെ തന്നെ ഡെലിവറി. 16-ാം തീയതി നോർമൽ ഡെലിവറി. അപ്പം കൂടുതലും ഒരു ലെമൻ റെസ്പിറേറ്ററി പ്രോബ്ലം സാധാരണ മെക്കോണിയം സ്റ്റെൻറ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. കഥ വന്നാൽ തന്നെ അത് നോർമൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നതാണ്. പക്ഷേ മൈൽഡ് മെക്കോണിയം സ്റ്റെയിനിൽ കാണേണ്ട പ്രോഗ്രസ് കാണാത്ത കാരണം വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സംഭവം പേഷ്യൻറ്റിന് നമ്മളെല്ലാം ആ സമയത്തെല്ലാം ബ്രീഫ് കൊടുക്കുന്ന ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? നമ്മൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. കാര്യം 11 മണിക്ക് ഡെലിവറിയായി ഈവനിങ് ആയി നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ പോലീസ് സർജൻ, അതായത് പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ അമ്മയും അച്ഛനും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേന് ആ പോലീസ് സർജൻ പറഞ്ഞു ഇത് മെക്കോണിയം ആസ്പിറേഷൻ കൊണ്ട് വന്ന മരണമാണെന്നുള്ള കാര്യം. അതാണ് എന്നെ റീസൺ എന്ന്. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? എന്തായാലും ഒരു കാര്യം പറയാം, ഫ്ലൂയിഡ് ബ്രേക്കേജായി മെക്കോണിയം ആസ്പിറേഷൻ നടന്നിട്ട് പോലും എന്തുകൊണ്ട് ആ കുട്ടിയെ സിസേറിയൻ എടുത്തില്ല? ഈ 7-8 മണിക്കൂറോളം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ അമ്മയുടെ അച്ഛൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്, അതായത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇവർ ഒറ്റ നിമിഷം ഇവരുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാവിക്ക് വേണ്ടി ഇവർ നശിപ്പിച്ച് കളയുന്നത്. ഇവർ പറയുന്നുണ്ട്, ഈ അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ട്, ഫ്രണ്ടിൽ വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, എന്താണ് നോർമൽ ഡെലിവറി പഴങ്കഥയല്ലെന്ന് പറഞ്ഞ്. നോർമൽ ഡെലിവറി ആക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ അത് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിട്ടാകരുത് ഒരു ഹോസ്പിറ്റലുകാരും ചെയ്യേണ്ടത്.